بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ബഹുമാന്യരായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് വളരെയധികം പുണ്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ആരാധനാ കർമ്മമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ നാം സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അദബ്, ഒരു മര്യാദ എന്ന നിലക്ക് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അൽ ഇസ്തിആദ, അഥവാ അഊദു ചൊല്ലിക്കൊണ്ടായിരിക്കണം പാരായണം ആരംഭിക്കേണ്ടത് എന്നത്. ഇസ്തആദ യസ്തഈദു ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം അഭയം തേടുക, അഭയം പ്രാപിക്കുക, രക്ഷ തേടുക എന്നൊക്കെയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നുമുള്ള രക്ഷ ചോദിക്കലാകുന്നു ഇസ്തിആദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ പാരായണത്തിലല്ലാതെ മറ്റു പല സന്ദർഭങ്ങളിലും നാം ഇസ്തിആദത്ത് നടത്തേണ്ടതായ പ്രാർത്ഥനകൾ, അഊദു കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥനകൾ നമുക്കിഷ്ടം പോലെ അറിയാവുന്നതാണ്. പല സന്ദർഭങ്ങളിലും നാം നിർവഹിക്കേണ്ടതായ പ്രാർത്ഥനകൾ. ഒരു സ്ഥലത്ത് നാം പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു, അറിയാത്തതായൊരു പ്രദേശത്ത്, അവിടെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അതുപോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള അദ്കാറു സ്വബാഹി വൽ മസായിലുമൊക്കെയുള്ള ഇപ്രകാരമുള്ള ഇസ്തിആദത്ത് ഉള്ളതായ പ്രാർത്ഥനകൾ നമുക്ക് സുപരിചിതമാണ്, അറിയാവുന്നതാണ്. എന്നാൽ ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ ഇസ്തിആദ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ വചനമാണ്. താങ്കൾ ഖുർആൻ പാരായണം നിർവഹിക്കുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ ചോദിച്ചു കൊള്ളണം എന്ന്. ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ നാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പാരായണം ചെയ്യണമെന്ന് ചൊല്ലണം. ഇതൊരു പാരായണ രീതിയിൽ തർത്തീലായിക്കൊണ്ട് വേണമോ, അതല്ല പതുക്കെ ഒരു ദിക്ർ ചൊല്ലുന്നത് പോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊരു ദിക്റായിട്ട് പറയേണ്ടതാണോ? ശരിയായ വീക്ഷണം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം, ഇസ്തിആദ മുൽഹഖത്തും ബിത്തിലാവ, തിലാവത്തിലേക്ക് ചേർക്കപ്പെടുന്ന മുൽഹഖത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ അതേ രൂപത്തിലാണ് അത് വേണ്ടത്, നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ശരിയായ രൂപത്തിൽ ഭംഗിയായി നാം അത് പാരായണം ചെയ്യുന്ന രീതിയാണ് വേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. എന്നാൽ അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്നുമാകാം. അതല്ലാത്ത മറ്റു രൂപമുണ്ടെങ്കിൽ അങ്ങനെയും. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധ ഖുർആനിലെ കൽപ്പനയോട്, സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ വചനത്തോട് യോജിച്ചു വരുന്ന കൂടുതൽ അഫ്ളലായിട്ടുള്ള രൂപമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത് ആദ്യം പറഞ്ഞ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന രൂപമാണ്. ഇത് നിർബന്ധമാണോ? ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ ഇസ്തിആദത്ത് നിർവഹിക്കൽ, അഊദു ചൊല്ലൽ നിർബന്ധമാണോ? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ സ്വീകാര്യമായ ഭൂരിപക്ഷം പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ള വീക്ഷണമനുസരിച്ച് അത് നിർബന്ധമല്ല, മുസ്തഹബ്ബത്തായ ഒരു കർമ്മമാണ് എന്നതാണ്. അൽ ഇസ്തിആദ മുസ്തഹബ്ബ, അഊദു ചൊല്ലൽ അഭികാമ്യമായ, കൂലി കിട്ടുന്ന, സുന്നത്താക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂലി ലഭിക്കുന്നതായ ഒരു നല്ല കർമ്മമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്ന് വെച്ചാൽ അഊദു ചൊല്ലാത്ത ഒരു വ്യക്തി കുറ്റക്കാരനാവുകയില്ല. ഖുർആൻ അയാൾ പാരായണം ചെയ്യുന്നു അഊദു ചൊല്ലാതെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ
കുറ്റക്കാരനായി മാറുകയില്ല എന്നതാണ് മനസ്സിലാക്കുവാനുള്ളത്. അഊദ് ചൊല്ലൽ ആ പാരായണ രീതിയിലാണ്, ഉച്ചത്തിലാണ് വേണ്ടത് എന്നൊക്കെ നാം സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് പുസ്തകത്തിൽ വളരെ വ്യക്തമാണ്. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബസ്മലയെക്കുറിച്ചാണ് പഠിക്കുവാനുള്ളത്. പാരായണത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സന്ദർഭത്തിൽ മനസ്സിലാക്കാം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.